ലൂക്ക 17-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 35. ലൂക്ക 17:1 എന്തുണ്ടാകാതിരിക്കുക അസാധ്യമെന്നാണ് പറയുന്നത്? ദുഷ്പ്രേരണകൾ. ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ശിഷ്യരോട്. ആരുമൂലം ദുഷ്പ്രേരണകൾ ഉണ്ടാകുന്നുവോ അവന് എന്ത് എന്നാണ് യേശു പറയുന്നത്? ദുരിതം. ആർക്ക് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരിക്കല്ലുകെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് എന്ത് എന്നാണ് യേശു പറയുന്നത്? കഴുത്തിൽ തിരിക്കല്ലുകെട്ടി കടലിൽ എറിയപ്പെടുന്നത്. സഹോദരൻ തെറ്റു ചെയ്താൽ എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ഉപദേശം യേശു പറഞ്ഞത് ആരോട്? ശിഷ്യരോട്. സഹോദരൻ തെറ്റു ചെയ്താൽ എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ഉപദേശത്തിന് യേശു നൽകുന്ന ആരംഭാഹ്വാനം: നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ നീ എന്തു ചെയ്യണം? അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യവും അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചുവന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം. അധ്യായവും വാക്യവും ഏത്? ലൂക്ക 17:4. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞതാര്? അപ്പസ്തോലന്മാർ. നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഏതു വൃക്ഷത്തിനോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്. സിക്കമിൻ വൃക്ഷത്തോട്. നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉരുകുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നിങ്ങളിൽ ആരെങ്കിലും എന്ത് പറയുമോ എന്നാണ് ലൂക്ക 17:1 പറയുന്നത്? നീ ഉടനെ വന്ന് ഭക്ഷണത്തിന് ഇരിക്കുക എന്ന്. എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ എന്നെ എങ്ങനെ പരിചരിക്കണമെന്നാണ് ലൂക്ക 17:8 പറയുന്നത്? അരമുറുക്കി. കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ആരോട് നിങ്ങൾ നന്ദി പറയുമോ എന്നാണ് ലൂക്ക 17:9 ചോദിക്കുന്നത്? ദാസനോട്. കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ ആരാണ് എന്ന് പറയുവിൻ എന്നാണ് ലൂക്ക 17:9 പറയുന്നത്? പ്രയോജനമില്ലാത്ത ദാസന്മാർ. കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ എന്ത് നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ എന്നാണ് ലൂക്ക 17:9 പറയുന്നത്? കടമ. നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. ആര് ആരോട് പറഞ്ഞു? കർത്താവ് അപ്പസ്തോലന്മാരോട്. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു ഡാഷിനും മധ്യേ കടന്നു പോവുകയായിരുന്നു, സമരിയായ്ക്കും ഗലീലയ്ക്കും. യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന ആരാണ് അവനെ കണ്ടത്? 10 കുഷ്ഠരോഗികൾ. 10 കുഷ്ഠരോഗികൾ യേശുവിനെ വിളിച്ചതെങ്ങനെ? യേശുവേ ഗുരോ, യേശുവേ ഗുരോ, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചത് ആര്? 10 കുഷ്ഠരോഗികൾ. കുഷ്ഠരോഗികൾ അകലെ നിൽക്കണം എന്ന നിയമം പഴയ നിയമത്തിൽ എവിടെ? ലേവ്യർ 13:45-46. പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്ന് യേശു പറഞ്ഞത് ആരോട്? 10 കുഷ്ഠരോഗികളോട്. കുഷ്ഠരോഗികൾ സുഖം പ്രാപിച്ചത് എപ്പോൾ? പുരോഹിതനെ കാണാൻ പോകും വഴി. താൻ രോഗവിമുക്തനായി എന്നു കണ്ട ഒരു കുഷ്ഠരോഗി എന്തു ചെയ്തുകൊണ്ടാണ് തിരിച്ചു വന്നത്? ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. യേശുവിനാൽ സൗഖ്യമാക്കപ്പെട്ട കുഷ്ഠരോഗികളിൽ എത്ര പേരാണ് യേശുവിന് നന്ദി പറയുവാനായി തിരിച്ചു വന്നത്? ഒരുവൻ. താൻ രോഗവിമുക്തനായി എന്നു കണ്ട് തിരിച്ചുവന്ന് യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞ കുഷ്ഠരോഗി ആരായിരുന്നു? ഒരു സമരിയാക്കാരൻ. കുഷ്ഠരോഗം സുഖപ്പെട്ട് തിരിച്ചുവന്ന സമരിയാക്കാരനോട് യേശു ചോദിച്ചത് എന്ത്? 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? തിരിച്ചുവന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയ കുഷ്ഠരോഗി ആര്? വിജാതിയൻ. എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? യേശു സുഖം പ്രാപിച്ച കുഷ്ഠരോഗിയോട്.
ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് യേശുവിനോട് ചോദിച്ചതാര്? ഫരിസേയർ. ദൈവരാജ്യം വരുന്നത് എങ്ങനെയല്ല എന്നാണ് യേശു പറഞ്ഞത്. പ്രത്യക്ഷമായ അടയാളങ്ങളോടു കൂടെയല്ല. ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് ആരും പറയുകയില്ല. എന്തുകൊണ്ട്? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഫരിസേയരോട്. മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലൊന്നു കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും, എന്നാൽ നിങ്ങൾ കാണുകയില്ല. ആര് ആരോട് പറഞ്ഞു? യേശു ശിഷ്യരോട്. അതാ അവിടെ, ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും. നിങ്ങൾ എന്ത് ചെയ്യരുതെന്നാണ് യേശു പറയുന്നത്? നിങ്ങൾ പോകരുത്, അവരെ നിങ്ങൾ അനുഗമിക്കുകയും അരുത്. അതാ അവിടെ, ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും. എന്തിനെക്കുറിച്ച്? മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലൊന്നിനെക്കുറിച്ച്. ആകാശത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽപ്പിണർ പ്രകാശിക്കുന്നത് പോലെ തന്റെ ദിവസത്തിൽ ആയിരിക്കുന്നത് ആര്? മനുഷ്യപുത്രൻ. ആദ്യമേ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നത് ആര്? മനുഷ്യപുത്രൻ. ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും ഉണ്ടാകും. നോഹയുടെ. ലൂക്ക 17:27 പ്രകാരം പെട്ടകത്തിൽ പ്രവേശിച്ചത് ആര്? നോഹ. സകലതും നശിപ്പിച്ചത് എന്ത്? ജലപ്രളയം. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്യുന്നതുവരെ അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്ത്? തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും. അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. ആര്? ലോത്തിന്റെ നാളുകളിലെ ജനങ്ങൾ. ലൂക്ക 17:26-27 അനുസ്മരിക്കുന്ന സംഭവം. നോഹയുടെ കാലത്തെ ജലപ്രളയം സകലതും നശിപ്പിച്ചത് വിവരിക്കുന്ന പഴയ നിയമഭാഗം. ഉൽപ്പത്തി 6:5-8, ഉൽപ്പത്തി 7:6-14. ലോത്തിന്റെ നാളുകളിൽ തീയും ഗന്ധകവും പെയ്ത് നശിപ്പിക്കപ്പെട്ട പട്ടണം ഏത്? സോദോം. സോദോമിൽ നിന്ന് ഓടിപ്പോയത് ആര്? ലോത്ത്. ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചത് എന്തെല്ലാം? തീയും ഗന്ധകവും. ലൂക്ക 17:28-30 അനുസ്മരിക്കുന്ന സംഭവങ്ങൾ ഏതു പഴയ നിയമഭാഗങ്ങളിലേത്? ഉൽപ്പത്തി 18:20-23, 19:24-25. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസങ്ങളിലും. അധ്യായം വാക്യം. ലൂക്ക 17:30. ഏതു ദിവസമാണ് പുരമുകളിൽ ആയിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള തന്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുതെന്ന് പറയുന്നത്? മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം ആരാണ് പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് എന്ന് പറയുന്നത്? വയലിൽ ആയിരിക്കുന്നവൻ. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം വയലിലായിരിക്കുന്നവൻ പിന്നിലുള്ളവയിലേക്ക് തിരിയാതെ എന്തോർമ്മിക്കണം? ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത്. ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് വിവരിച്ചിട്ടുള്ള പഴയ നിയമഭാഗം. ഉൽപ്പത്തി 19:26. തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് ആര്? അത് നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ. തന്റെ ജീവൻ നിലനിർത്തുന്നത് ആര്? അത് നഷ്ടപ്പെടുത്തുന്നവൻ. തന്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും. അധ്യായം വാക്യം. ലൂക്ക 17:33. അന്നു രാത്രി ഒരു കട്ടിലിൽ 2 പേർ ഉണ്ടായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും എന്ന് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം. 2 സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും എന്ന് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം. 2 സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. കർത്താവേ, എവിടേക്കെന്ന് ചോദിച്ചതാര്? ശിഷ്യർ. ലൂക്ക 17:22-31 മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ചുള്ള യേശുവിന്റെ പ്രഭാഷണത്തിന്റെ അവസാനം ശിഷ്യർ യേശുവിനെ സംബോധന ചെയ്തത് എങ്ങനെ? കർത്താവേ. ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും. ആര് ആരോട് പറഞ്ഞു? യേശു ശിഷ്യരോട്.
ചില കയ്യെഴുത്തുപ്രതികളിൽ കാണുന്ന 36-ാം വാക്യം ഏത്? 2 പുരുഷന്മാർ വയലിൽ ആയിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും.